വാടി. എന്താടി പിശാചേ നിന്റെ ഉദ്ദേശം? എന്ത് ഭാവിച്ച നീ ഇങ്ങോട്ട് കയറി കൂടിയിരിക്കുന്നേ? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. ഞാനായിട്ട് ആരെയും ദ്രോഹിക്കാനും വരുന്നില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ഞാൻ ഇനി ക്ഷമിക്കുകയില്ല. നീ ഇവിടെ കയറി താമസിക്കുന്നതാ ഏറ്റവും വലിയ ദ്രോഹവും ഉപദ്രവവും. ഇന്ന് എന്റെ സ്ഥാനത്ത് നിന്ന് നീ എന്തിനാടി ചടങ്ങ് ചെയ്തത്? പൂർണിമ ചേച്ചി പറഞ്ഞിട്ടില്ല ഞാനതൊക്കെ ചെയ്തത്. അപ്പൊ പൂർണിമ പറഞ്ഞാ നീ എന്തും ചെയ്യോ? എന്നെ നാ വന്ന് ഇറങ്ങിപ്പോയോ? മറുപടി പറടി. പൂർണിമ ഞങ്ങളെ തല്ലാൻ പറഞ്ഞാ നീ ഞങ്ങളെ തല്ലോ? ശരിയല്ലാത്തതൊന്നും പൂർണിമ ചേച്ചി ചെയ്യില്ല. ഓ, അപ്പൊ ഞങ്ങൾ ചെയ്യുന്നൊക്കെ തെറ്റാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? അമ്മ വെറുതെ ഇവരോട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇവിടെ ഇറങ്ങി പോവാൻ പറ. ആരൊക്കെ പറഞ്ഞാലും ഞാനും കിരീടം ഉടനെ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. നാണം കേട്ട് ഇവിടെ നിക്കണെങ്കി അയക്കോ. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ആരുടെയും ബന്ധം പറഞ്ഞിട്ടാവരുത്. എന്റെ മോൾക്ക് നിന്നെ പോലെ ഒരു ചേച്ചി ഇല്ല. അതുകൊണ്ട് ആ ബന്ധത്തിന്റെ പേരില് ഒരു ആനുകൂല്യം വേണ്ടാന്ന് നീ പൂർണിമയോട് നേരിട്ട് പറയണം. അഷിതയുടെ ചേച്ചി എന്ന പേരിൽ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. മുഖത്ത് നോക്കി നുണ പറയാതിരി. ഇന്ന് വള തരുന്ന ചടങ്ങിലും പൂർണിമ നിന്നെ അഷിയുടെ ചേച്ചി തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ നീ അത് വേണ്ടെന്ന് പറയാതിരുന്നത്? അതെങ്ങനെ വേണ്ടാന്ന് പറയും? ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലക്ക് ഒരു വള കിട്ടി എന്താ പുളിക്കോ? കല്ലടി. അതെ, ജോലിയും കൂലിയൊന്നും ഇല്ലാത്തൊരു ദരിദ്രവാസിയാണല്ലോ നിന്റെ ഭർത്താവ്. അപ്പൊ പിന്നെ എവിടുന്ന് എന്ത് ഓസിന് കിട്ടിയാലും കൈ നീട്ടി അങ്ങ് വാങ്ങിച്ചോളൂ. അഷി, സൂക്ഷിച്ച് സംസാരിച്ചോണം. എന്റെ ഭർത്താവിനെ പറ്റി മോശം പറഞ്ഞ ഞാൻ ക്ഷമിക്കില്ല. നീ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് വന്ന് പൂർണിമയോട് നിനക്കും അഷിക്കും തമ്മിൽ ഒരു ബന്ധമില്ലെന്നും ആ ബന്ധത്തിന്റെ പേരിൽ ഒരു പരിഗണനയും വേണ്ടെന്നും പറഞ്ഞോണം. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അതോ ഇങ്ങനെ നോക്കിയിരിക്കാൻ മാത്രം മാറ്റങ്ങൾ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചോ? നീ എന്തിനാ താര ഇങ്ങോട്ട് വന്നത്? നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചത്? നമുക്ക് വേണ്ടപ്പെട്ടൊരു വീട്ടിൽ കുറെ വിശേഷങ്ങളൊക്കെ നടന്നു എന്നറിയുമ്പോ നേരിട്ട് വന്നൊന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത് നാട്ടുനടപ്പല്ലേ പൂർണിമേ? ആരാ? ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരല്ലേ, ഒരേ മേഖലയിൽ മത്സരിച്ച് ജോലി ചെയ്യുന്നവരല്ലേ. ഇന്ദ്ര TV നമ്പർ 1 ആയി പോകുന്നു. തൊട്ടടുത്ത് തന്നെ എന്റെ TV നമ്പർ 2 ആയി പോകുന്നുണ്ട്. ഇത്രയൊക്കെ അടുപ്പം പോരെ നമ്മൾ തമ്മില്? അല്ല, ഇവിടെ പൃഥ്വിയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞു. ഞാൻ വിദേശത്തായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിലും ഞാൻ വന്നേനെ. പിന്നെ മഹാദേവൻ അങ്കിള് വയ്യാതായി ഹോസ്പിറ്റലിലായിരുന്നു അല്ലേ? അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് അങ്കിൾ? ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? അതെ, ഇപ്പൊ ഓക്കെയാണ്. ഗുഡ്. ഈ വർഷത്തെ അവാർഡൊക്കെ പൂർണിമയ്ക്ക് കിട്ടിയല്ലേ? ഇനി അത് പ്രതീക്ഷിക്കണ്ട. എന്റെ ചാനൽ അടിമുടി മാറുകയാണ്. ഇനി നിന്റെ നമ്പർ 1 സ്ഥാനമെല്ലാം മറന്നേക്ക് പൂർണിമ. താനാണോ ഈ കുടുംബത്തിലേക്ക് വന്ന പുതിയ പെണ്ണ്? ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, വാങ്ങിച്ചോ. ലക്ഷങ്ങൾ വില വരുന്ന ഡയമണ്ടാ. വാങ്ങിച്ചോ. എനിക്കിതൊന്നും വേണ്ട. ഈ വീട്ടിൽ കയറി വന്ന് പൂർണിമ ചേച്ചി എതിർത്ത് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചിട്ട് എങ്ങനെ ഗിഫ്റ്റ് തരാൻ തോന്നുന്നു? എനിക്ക് മനസ്സിലായി അപ്പച്ചി.
ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. എന്നെ തകർക്കാനും വേദനിപ്പിക്കാനും പൂർണിമ ദുർഗയെ ഉപയോഗിക്കുന്നത് പോലെ ഞാൻ ഈ താരയെ പൂർണിമയ്ക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റും. മിടുക്കി, നീ അമ്മയുടെ മോള് തന്നെയാ. അതൊക്കെ പോട്ടെ, നീ നീരജയോട് ആ പയ്യനെ പറ്റി എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ആ ആലോചനയ്ക്ക് പൂർണിമയ്ക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പച്ചി. അപ്പോ ആ ആലോചന മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അത് വേണ്ട ഗിരിജെ. പൂർണിമയെ എതിർത്ത് അങ്ങനെ ഒരു ആലോചന ശരിയാവില്ല. ഇന്ദ്രപ്രസ്ഥത്തിലും നമ്മുടെ വീട്ടിലും ആരും അതിനെ സപ്പോർട്ടും ചെയ്യില്ല. അപ്പച്ചി വിഷമിക്കണ്ട. അഞ്ജുന് പറ്റിയ നല്ലൊരു പയ്യനെ നമുക്ക് ഉടനെ കണ്ടെത്താം. ആദ്യം നമുക്ക് ഈ ദുർഗയെ പുറത്താക്കണം. അത് കഴിഞ്ഞാലുടനെ നമ്മൾ അഞ്ജുന്റെ കല്യാണവും നടത്തും. അതെ, നീ ധൈര്യമായിട്ടിരിക്കെ. എനിക്ക് അഷിയും അഞ്ജനയും ഒരുപോലെയാ. അഷിയുടെ കല്യാണത്തിന് നീ സപ്പോർട്ടായിട്ട് നിന്ന പോലെ അഞ്ജുന്റെ എല്ലാ കാര്യത്തിലും ഞാനും നിന്റെ ഒപ്പം ഉണ്ടാവും. ഞാനും ഉണ്ടാവും. അത് മതി, നിങ്ങളാണ് എന്റെ ധൈര്യം. ആ ഗിരിജെ, എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം. ആ ശരി നാത്തുനെ. അല്ല, നിങ്ങൾ രണ്ടുപേർക്ക് ഇന്ന് തന്നെ പോണോ? ആ നിന്റെ അച്ഛന്റെ മുത്തച്ഛയുടെ സ്വഭാവം അറിയാലോ. ഞങ്ങൾ ചെല്ലാൻ വൈകിയ ശരിയാവില്ല. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ടല്ലോ അശി. ഇനി എന്തിനാ ടെൻഷൻ ആവുന്നേ?